ഇല്ല, എനിക്ക് ആക്ച്വലി എംപുരാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, US-ലാണ്. അപ്പോൾ അതിന്റെ നാളെ എംബസിയിൽ അപ്പോയിന്റ്മെന്റ് ആണ്, 7:30 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ, എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകും. അത് പറയണോ? എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംപുരാൻ. അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ്, ബഡ്ജറ്റ് വൈസ്, എല്ലാ രീതിയിലും. ഓൾറെഡി ഇപ്പോൾ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK-ൽ ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂൾ US-ൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സത്യാന്വേഷണം നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിബഡി. താങ്ക് യു. അത് ഉടനെ ഇല്ല, തീർച്ചയായിട്ടും അതിന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂടി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഓരോ കഥാപാത്രം ഇപ്പൊ ഞങ്ങളിപ്പോ മലയാള സിനിമ ചേട്ടന്റെ സിനിമകളായാലും ശരി, വളരെ ചൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം, അല്ലെ ആ കഥാപാത്രം നിൽക്കുക എന്നുള്ളതായിട്ട് ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യട്ടെ, ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടും ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊരു കാലയളവിന് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമേൻ്റെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാതെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ രാജചേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്നെ അത്രയും ചെയ്തു. അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അത് ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 കാലറീസ് അല്ലെങ്കിൽ 800 കാലറീസിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. അതിപ്പോ അതിന് ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് ആൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ടാണ്. ഇപ്പം നമ്മൾ എൻ്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ വരുന്നത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞ് ക്ലാസ്മേറ്റ്സ് പോലൊരു സിനിമ, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ പറഞ്ഞിരിഞ്ഞ അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ട് നടൻ ഒരു വലിയ ബ്ലെസ്സിംഗ് എനിക്കുണ്ട്. അപ്പൊ പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻറ്റ്സ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും. നമുക്ക് പെട്ടെന്ന് ആ സിനിമ തന്നെ ഫുള്ള് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമകളിൽ ഒരാഴ്ച 7-8 പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വാഷൗട്ടിൽ പോകുന്ന ചിത്രങ്ങളാണ് കൂടുതൽ. അത് നിലനിൽക്കുന്ന 1-2 മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത്? ഇത്ര എക്സ്പീരിയൻസ് ഒരു ആക്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ്? അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല. അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, സത്യാവസ്ഥയാണ്. ഇപ്പോൾ സിനിമ നന്നായില്ല, അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം അതിന് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മലയാളികൾ നോർമലി എല്ലാ സിനിമകളും, അത് കൊറോണ പീരീഡ് വന്ന സമയത്ത് തൊട്ട്
എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങി. അതിന് മുമ്പ് കാണാറുണ്ട്, എന്നാൽ ഇച്ചിരി കൂടെ ആക്റ്റീവ് ആയി തുടങ്ങി. ഇപ്പോൾ മറ്റ് ലാംഗ്വേജിലുള്ള ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന അന്യഭാഷ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റ് സ്റ്റേജിൽ ഒരു മലയാള സിനിമ പ്രൊഡ്യൂസറിനെ പറയാം, മറ്റ് ഭാഷയിലുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണെന്നുള്ളത്. ശരിക്കും അതൊരു ഫോൾട്ടായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഫോൾട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അത്. ഒരു അളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. നല്ല സിനിമകൾ ഇവിടെ ഓടും, അതിപ്പോൾ 100 തിയേറ്റർ ആണെങ്കിലും 200 തിയേറ്റർ ആണെങ്കിലും 1000 തിയേറ്റർ ആണെങ്കിലും ഓടും. പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം. സിനിമ എന്ന് പറയുന്നത് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കില്ല നമ്മുടെ ഇൻഡസ്ട്രി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അത് ഇത്ര ശതമാനം ലിമിറ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ഇല്ലാത്തത്. അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്കിവിടെ സിയാദ് പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസോ അസോസിയേഷൻസോ ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാദ്